ഒരു മാസത്തിലധികം നീണ്ട പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ കൊണ്ടും കൊടുത്തും പോരുമുറക്കിയ വടക്കൻ മേഖലയിൽ ആത്മവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും. മണ്ഡലത്തിലെ പോരിനപ്പുറവും വീറും വാശിയും സൈബർ ഇടങ്ങളിലേക്ക് കൂടി എത്തിയപ്പോൾ ആര് ജയിക്കുമെന്നത് പലയിടത്തും പ്രവചനാതീതമാണ്. കാസർകോട്ടെ കാറ്റ് കഴിഞ്ഞ തവണത്തേതുപോലെ UDFന് അനുകൂലമാകുമോ? ഇടതുകോട്ടയായ കണ്ണൂരിൽ MV ജയരാജൻ ജയിക്കുമോ? കടത്തനാടിന്റെ വീറും വാശിയും പ്രകടമായ വടകരയിൽ ആരു വാഴും? സാമൂതിരിയുടെ കോഴിക്കോട്ടും വീരപഴശ്ശി അന്ത്യവിശ്രമം കൊള്ളുന്ന വയനാടും ആരെ തുണയ്ക്കും? മലപ്പുറത്തെയും പൊന്നാനിയിലെയും സുൽത്താൻമാരായി ആരുവരും? പരസ്യപ്രചരണം അവസാനിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ വോട്ടർമാർ ഒരുങ്ങുമ്പോൾ ചോദ്യങ്ങൾ നിരവധിയാണ്. മുഖ്യമന്ത്രിയുടെയും CPM CPI സംസ്ഥാന സെക്രട്ടറിമാരുടെയും കോൺഗ്രസ് BJP സംസ്ഥാന അധ്യക്ഷന്മാരുടെയും സ്വന്തം മണ്ണ് എന്നതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം ഏറെയാണ്. KPCC അധ്യക്ഷൻ K സുധാകരൻ മത്സരിക്കുന്ന കണ്ണൂരിലും കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും മത്സരിക്കുന്ന വയനാടും ഇത്തവണ പ്രചരണ ചിത്രത്തിൽ നിറഞ്ഞു നിന്നു. എന്നാൽ എല്ലാ കാലത്തും എന്ന പോലെ വടകര മണ്ഡലത്തിലെ വീറിനും വാശിക്കുമാണ് വാർത്താ പ്രാധാന്യം ഏറെ ലഭിച്ചത്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മലപ്പുറത്തും പൊന്നാനിയിലും സമസ്തയുടെ നിലപാടുകളും തർക്കങ്ങളും പ്രചരണഘട്ടങ്ങളിലെല്ലാം കൊഴുപ്പേകി. മലബാർ മേഖലയിൽ ഏറെ സ്വാധീനമുള്ള SDPയുടെ പരസ്യ പിന്തുണയും ചർച്ചകൾക്ക് വഴിയിട്ടു. താമരശ്ശേരി, മാനന്തവാടി രൂപതകളുടെ രാഷ്ട്രീയ ചായ്വ് ആർക്ക് എന്നതിൽ അവകാശവാദമുന്നയിച്ച് ഇടതുപക്ഷവും UDFും NDAയും നേർക്കുനേർ നിൽക്കുമ്പോൾ മലബാറിലെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ സങ്കീർണമാവുകയാണ്. ശ്യാം K വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്.